മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് അശോകൻ. നിരവധി മികച്ച കഥാപാത്രങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 1979 പുറത്തിറങ്ങിയ പി പത്മരാജന്റെ പെരുവഴി അമ്പലം എന്ന സിനിമയിലൂടെയാണ് അശോകൻ തന്റെ കരിയർ ആരംഭിക്കുന്നത്. ആദ്യമായി മമ്മൂട്ടിയെ കണ്ട ദിവസം തനിക്ക് ഇന്നും ഓർമ്മയുണ്ടെന്ന് പറയുകയാണ് അശോകൻ. അന്ന് മമ്മൂട്ടി എന്ന നടൻ സിനിമയിൽ പേരെടുത്ത് വരുന്ന സമയമായിരുന്നുവെന്നും നടൻ പറയുന്നു. ആദ്യമായി മമ്മൂട്ടി തന്നെ കണ്ടപ്പോൾ പെരുവഴി അമ്പലത്തിലെ രാമനല്ലേ എന്നായിരുന്നു ചോദിച്ചതെന്നും നടൻ കൂട്ടിച്ചേർത്തു. ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയുടെ മുൻകോപത്തെക്കുറിച്ചും അശോകൻ പറയുന്നു. ആദ്യമായി മമ്മൂക്ക സെറ്റിലേക്ക് വന്ന ആ ദിവസം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് മമ്മൂട്ടി എന്ന നടൻ സിനിമയിൽ പേരെടുത്തു വരുന്ന സമയമായിരുന്നു. ആ സമയത്ത് സത്യത്തിൽ അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ റിസപ്ഷനിൽ നിൽക്കുമ്പോഴാണ് മഞ്ഞ കളർ ടാക്സിയിൽ മമ്മൂക്ക അവിടെ വന്നിറങ്ങുന്നത്. എന്റെ അടുത്തെത്തിയതും പെരുവഴി അമ്പലത്തിലെ രാമനല്ലേ, എന്നെ അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിയെന്നതാണ് സത്യം. അന്നു മുതൽക്കേ എല്ലാ സിനിമകളും കാണുന്ന ഒരു വ്യക്തിയായിരുന്നു മമ്മൂക്ക. അതുമാത്രമല്ല, കണ്ട സിനിമകളെ പറ്റിയെല്ലാം വളരെ കൃത്യമായി നമ്മളോട് പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യും. അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഒരു സിനിമ കണ്ട് ഇഷ്ടമായെങ്കിൽ അത് പറയും. അത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവുള്ള വ്യക്തിയാണ് മമ്മൂക്ക. ഷൂട്ട് കഴിഞ്ഞുള്ള സമയങ്ങളിൽ പല ഭാഷകളിലുള്ള സിനിമകൾ അദ്ദേഹം കാണും. ഒപ്പം എല്ലാ ഭാഷയിലെയും വാർത്തകൾ കണ്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യും. പണ്ടൊക്കെ അദ്ദേഹത്തിന് നല്ല മുൻകോപമുണ്ടായിരുന്നു. ഇപ്പോഴും മുൻകോപം ഉണ്ടെങ്കിലും ഒരുപാട് മാറിയിട്ടുണ്ട്. അന്നൊക്കെ സത്യത്തിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കേട്ടാൽ നമുക്ക് ഇഷ്ടമാവില്ലായിരുന്നു. അദ്ദേഹത്തെ അത്രയ്ക്ക് കണ്ട് അറിയാത്തവരാണെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. പക്ഷെ മമ്മൂക്കയെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശുദ്ധത കൊണ്ടാണെന്ന് മനസ്സിലാകും. എന്നോട് മമ്മൂക്ക ഒരുപാട് വട്ടം ദേഷ്യപ്പെട്ടിട്ടുണ്ട്.